പാകിസ്ഥാന്റെ കഷ്ടകാലത്തിനാണ് അവരിപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു ആക്രമണത്തിന് തയ്യാറായത്. ശരിയാണ്, നേരിട്ട് പാകിസ്ഥാൻ സൈന്യമൊന്നുമല്ല ആക്രമിച്ചത്. ആക്രമിച്ചത് ഭീകരവാദികളെ മുൻനിർത്തിയാണ്. നമുക്കറിയാമല്ലോ, ഒരു കാലത്തും പാകിസ്ഥാൻ അതിനുള്ള ധൈര്യമൊന്നുമില്ല. ഒന്നിയിൽ ഭീകരവാദികളെ അല്ലെങ്കിൽ വിഘടനവാദികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് എല്ലായ്പ്പോഴും ഇവർ നടത്തിയിട്ടുള്ളത്. മുൻപൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇന്ത്യ ഇത്തവണ ഒരു കാലത്തും പാകിസ്ഥാനോട് ക്ഷമിക്കാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ വാർത്തകളിൽ വരുന്ന അനുസരിച്ചാണെങ്കിൽ, ഒന്ന്, ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു എന്നാണ് സൂചന. രണ്ട്, സിന്ധു നദീജല കരാർ ഉൾപ്പെടെ എല്ലാം ഇന്ത്യ അവസാനിപ്പിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതുമാത്രമല്ല, സത്യത്തിൽ ഇന്ത്യയുടെ മുമ്പിൽ ഒരുപാട് അവസരമുണ്ടായിരുന്ന സമയത്താണ് ഇപ്പോൾ പാകിസ്ഥാൻ ഈ ഒരു പണി ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇന്ത്യ ചെറിയ തോതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇന്ത്യ എന്ത് എഫേർട്ട് എടുത്തിട്ടും പാകിസ്ഥാനെ നാലായിട്ട് വെട്ടിമുറിക്കും. ഇത് പറഞ്ഞ ഉടനെ തന്നെ ഈ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇവരുടനെ വന്ന് ചോദിക്കുമോ, ഇത് കുറേ കാലമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ, ഇപ്പം നാളെ ഉണ്ടാവുമോ മറ്റൊന്നുണ്ടാവും എന്നൊക്കെ ചോദിക്കും. അവരോടൊന്നേ പറയാനുള്ളൂ, എത്ര സമയമെടുത്തിട്ടായാലും ഇന്ത്യ അത് ചെയ്യും. നമുക്കറിയാലോ, അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക പതിറ്റാണ്ടുകൾ ശ്രമിച്ചിട്ടും പല പരിപാടികളും ചീറ്റിപ്പോയി. ചൈന എത്രയോ കാലമായിട്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ വേർപെടുത്താൻ, ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ലഡാക്ക് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നടന്നോ? ഇല്ല. കാരണം ഇന്ത്യയുടെ അടുത്ത് ഈ കളി നടക്കില്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ എത്രയോ കാലമായിട്ട് കശ്മീരിനെ ശിഥിലമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരെ കൊണ്ട് കൂടിപ്പോയാൽ ഇതുപോലെ രണ്ടും കെട്ട കളി കളിക്കാൻ പറ്റും. ഭീകരവാദികളെ നിർത്തിക്കൊണ്ട് ചില ആക്രമണങ്ങൾ നടത്തി നിരായുധരായിട്ടുള്ള കുറച്ച് മനുഷ്യരുടെ ജീവനെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അന്തിമമായിട്ട് ഇന്ത്യയെ പരാജയപ്പെടുത്താനും വിജയിക്കാനും പാകിസ്ഥാനെ കൊണ്ട് ഒരു കാലത്തും കഴിയില്ല. അതിനി തുർക്കിയോ ചൈനയോ ഇനി ആര് തന്നെ സഹായിച്ചാലും കഴിയില്ല. അമേരിക്ക സഹായിച്ച സമയത്ത് കഴിഞ്ഞിട്ടില്ല, പിന്നെയാണോ ഇപ്പോൾ? പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബലൂചിസ്ഥാനിൽ നടക്കുന്ന വിഘടനവാദത്തെ ഇന്ത്യ ഇത്രയും കാലം ചെറിയ തോതിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം ഇന്ത്യയുടെ ഏജൻസികൾ. പക്ഷേ ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനെ പിളർത്തിയിട്ടേ ഇന്ത്യ ഇത് നിർത്തൂ. ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടായ ആക്രമണത്തിന് പകരമായിട്ട് ഇന്ത്യ പാകിസ്ഥാനിൽ തിരിച്ചാക്രമണം നടത്താൻ, ഭീകരവാദ ക്യാമ്പുകൾ തകർക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഇത് അവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. ഇനി പാകിസ്ഥാൻ ഇല്ല. ഇനി ശരിക്കും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ബലൂചിസ്ഥാനും പഞ്ചാബും ഖൈബർ പക്തൂൺഖ്വ മേഖലയും സിന്ധു ദേശമൊക്കെ മാത്രമേ കാണൂ. ബലൂചിസ്ഥാനിലെ വിഘടനവാദികളെ ഇന്ത്യ ഉറപ്പായും ഇനി സപ്പോർട്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സിന്ധില് ഇന്ത്യയുടെ ഇടപെടൽ ഉറപ്പായിട്ടും ഉണ്ടാകും. തഹ്രീക്ക് താലിബാനെതിരെ ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ ഖൈബർ പക്തൂൺഖയുടെ കാര്യം അവർ നോക്കിക്കോളും. ആസാദ് കാശ്മീർ എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ കശ്മീരിന്റെ ഭാഗങ്ങൾ, ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാൻ, ഇത് സകലതും പാകിസ്ഥാന് നഷ്ടമാവുക തന്നെ ചെയ്യും. എന്നു മാത്രമല്ല, പാകിസ്ഥാൻ ലോകത്തൊന്നുമല്ലാത്ത വിധം തകർന്ന് തരിപ്പണമാകും. ഇത് ഉറപ്പായും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. കാരണം വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ഒരു കാര്യവുമില്ലാതെ വെറുതെ വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യയെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു. അതായത് ഞാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാൻ ഇത് നിഷേധിക്കുകയാണ്. അവർക്കിതിൽ ഒരു പങ്കുമില്ല, ഇന്ത്യയുടെ കോൺസ്പിറസിയാണ്, ഇന്ത്യയുടെ അജണ്ടയാണ് ഇതിന്റെ പുറകിൽ എന്നൊക്കെയാണ് അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന ലോകത്തെ എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത്. ഭീകരവാദികൾ പാകിസ്ഥാന്റെ തണലിലാണ് കഴിയുന്നത് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2-3 ദിവസം മുമ്പ് ഓൾറെഡി വീഡിയോയും കണ്ടതാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ നിന്നുകൊണ്ട് അവരുടെ ഭീകരവാദികൾ എങ്ങനെയാണ് ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നത്, എന്താണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഒരിക്കലും പാകിസ്ഥാൻ ഇത് നിഷേധിക്കാൻ കഴിയില്ല. അവരുടെ രാജ്യത്തെ ഭീകരവാദികളാണ് ഇന്ത്യയിൽ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തവണ ഇന്ത്യ എടുക്കുന്ന തീരുമാനം ഇനി പാകിസ്ഥാൻ തന്നെ വേണ്ട എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ നമ്മളിപ്പോൾ ഹൈക്കമ്മീഷണറെയൊക്കെ അവിടെ നിന്ന് തിരിച്ചു വിളിച്ച് നയതന്ത്ര കാര്യാലയം വരെ പൂട്ടാനാണ് തീരുമാനമെന്നുണ്ടെങ്കിൽ, സിന്ധു നദീജല കരാർ ഉൾപ്പെടെ നമ്മൾ പിൻവലിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ, ഇന്ത്യ ലോങ് ടേമിലേക്ക് ചിലത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഉറപ്പായും ഇന്ത്യ പാകിസ്ഥാനെ ഛിന്ന ഭിന്നമാക്കാനായിരിക്കും പദ്ധതി ഇട്ടിട്ടുണ്ടാവുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.